പടച്ചവനെ ഉസ്താദേ സീരിയല് കാണലൊക്കെ നിർത്തണമെന്നുണ്ട്. വൈകുന്നേര സമയമായ അതിന്റെ മുന്നിലേക്ക് പോയിരിക്കുകയാണ്. മാറ്റണോ ഉമ്മ, നിനക്ക് നന്നാകണോ ഉമ്മ? ഇന്ന് രാത്രി മുതൽ നിനക്കൊന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയുമോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്ക്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്ക്. നീ പാപം ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റൂല, തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റൂല. അല്ലാഹു നിന്നെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ സാധാരണ പെണ്ണല്ല, നീ അല്ലാഹ് ഇഷ്ടപ്പെട്ടവളാ. നിന്നെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നുണ്ട് പെണ്ണ്. അതുകൊണ്ടാണ് നീ രാത്രി നമസ്കരിക്കുന്നത്. ആ നമസ്കാരത്തിലൂടെ 1-ാം ആകാശത്തിൽ പടച്ച റബ്ബ് വന്നിട്ട് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയമാ. അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അമലാണ് രാത്രി നമസ്കാരം. അപ്പൊ അല്ലാഹ് ഇഷ്ടപ്പെട്ട നിന്നെ അല്ലാഹു തെറ്റിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. നിന്നെ തെറ്റ് ചെയ്യാൻ അല്ലാഹു അനുവദിക്കൂല. അല്ലാഹു നിന്നെ സംരക്ഷിക്കുകയാണ്. 3-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? വതുഗ്ഫിറുൽ സയ്യിആത്ത്. ഇന്ന് രാത്രി നമസ്കരിക്കാൻ തീരുമാനിച്ച, ഇന്ന് വരെ ചെയ്തത് കഴിഞ്ഞടോ. കല്ല് കുടിച്ചതും പെണ്ണ് പിടിച്ചതും പലിശ തിന്നതും പാപം ചെയ്തതുമല്ല. ഇന്ന് രാത്രി നിശബ്ദതയിൽ നിനക്ക് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോടൊന്ന് കരയാൻ കഴിയുമോ? അല്ലാഹുവോടൊന്ന് പറയാൻ കഴിയുമോ? പറ്റിപ്പോയി തമ്പുരാന്, കല്ല് കുടിച്ചു പോയി തമ്പുരാന്, കൂട്ടുകാര് ചതിച്ചതാണ് തമ്പുരാന്, ഒരു പെണ്ണെന്നെ ചതിച്ചല്ലാ. ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും രാത്രി 3 മണിക്ക് എഴുന്നേറ്റിട്ട് പടച്ചറപ്പിന്റെ മുന്നിലൊന്ന് പറയാൻ കഴിഞ്ഞാൽ പൊറുത്തടാ നിന്റെ പാപം. ഇന്ന് വരെ ചെയ്തത് മുഴുവനും അല്ലാഹു പൊറുത്തു തരികയാ. അല്ലാഹുവിന്റെ മുന്നിൽ പറയാൻ കഴിഞ്ഞാൽ, പറയേണ്ടതുപോലെ പറഞ്ഞാൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പുറത്തു തരികയാ. ഒരുപാട് കരയണമെന്നില്ല. നമ്മളിൽ അധികം പേരും പാപം ചെയ്തവരാ. നമ്മൾ വിചാരിച്ചിരിക്കണം ഉസ്താദ് ഈ പാപങ്ങളൊക്കെ എങ്ങനെ, നമ്മൾ പൊട്ടിക്കരയണമെന്നൊന്നുമില്ല, വിളിച്ചുകൂപ്പി മൈക്കെട്ടി പറയണമെന്നില്ല, പള്ളിയിൽ പോയിട്ട് അച്ഛനോട് പറയണ പോലെ നമ്മൾ പള്ളിയിലെ ഉസ്താദിനടുക്ക പോയി പറയണമെന്നില്ല. പറയേണ്ടത് പോലെ പറഞ്ഞാൽ അല്ലാഹു നിന്റെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാത്രി രഹസ്യമായിട്ട് 2 റക്അത്ത് നമസ്കാരം ഇന്ന് രാത്രി മുതൽ നിസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് കൈപൊക്കിക്ക്. മലക്കുകൾ നിന്നെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 ഇന്ന് വരെ ചെയ്തത് കഴിഞ്ഞു. ഇന്ന് വരെ നീ ചെയ്തതിനെ കുറിച്ച് ഇനി ചിന്തിക്കണ്ട. അല്ലാഹുവോട് പറഞ്ഞാൽ മതി. പറയാനുള്ളതൊക്കെ ഇന്ന് രാത്രി പറഞ്ഞു. അള്ളാഹിനോട് പറയാനുള്ളത് മുഴുവനും ഇന്ന് രാത്രി വരെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും ഇന്ന് തന്നെ പറഞ്ഞോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ ചോദിക്കും ഉസ്താദ് നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞാൽ മതി, കടന്ന് വിളിക്കണമെന്നോ കൂവണമെന്നോ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കെട്ടണമെന്നൊന്നുമില്ല. എത്രയോ സഹാബിയുടെ ചരിത്രം തന്നെ പറയുന്നുണ്ട്. ഒരാളിങ്ങനെ വിളിച്ചു ദുആ ചെയ്യണ കേട്ടപ്പോൾ മുത്തുനബി പറഞ്ഞു അത്ര, അള്ളാഹ്ക്ക് ചെവിയൊക്കെ നീ എന്തിനെങ്ങനെ വിളിച്ചു പോണേ. ഒരാളിങ്ങനെ വിളിച്ചു ദുആ ചെയ്യുന്നത് കേട്ടപ്പോ കണ്ടിട്ടില്ല, ചില ദുആകളൊക്കെ കണ്ടിട്ടില്ല. എന്താ പച്ചിക്ക ആമീൻ പറയുന്നവന് പോലും ചിരി വരും. അങ്ങനത്തെ ദുആ ആമീൻ പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ബെന്തിക്കോസ് എന്ന് പറയുന്ന ഈ കമ്മലൊക്കെ ഇടാത്തവര്, അവരുടെ ഒരു ഈ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് വിളിച്ചിട്ട്. എന്താ ഇപ്പൊ ചിലരുടെയൊക്കെ ദുആ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രഹസനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, അള്ളാഹ്ക്ക് ചെവി കേക്ക്, നീ ആരെ പൊട്ടനോടല്ല പറയണെന്ന്. ചെവി കേൾക്കുന്ന റബ്ബിനോട് എന്തിനെങ്ങനെ വിളിച്ചു പോണേന്ന്. ഒരുപാട് ശബ്ദം കൂട്ടിയും ദുആ ചെയ്യരുത്, ഒരുപാട് ശബ്ദം കുറച്ചും ദുആ ചെയ്യരുത്. മധ്യമായ രീതിയിൽ ദുആ ചെയ്യണം. അപ്പോഴേ ഇഖ്ലാസ് ഉണ്ടാവുക. അള്ളാഹു ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അള്ളാഹു ഇഖ്ലാസ് നൽകുമാറാകട്ടെ. ഇപ്പൊ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ചെയ്ത് അവന് ഒരുപാട് കരയണമെന്നൊന്നില്ല. മഹാനായ മൂസാ നബി അലിഹിസ്സലാമിന്റെ മുന്നിൽ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നബിയെ മഴയില്ല, മൃഗങ്ങൾക്കോ വെള്ളം കുടിക്കാനില്ല, കുട്ടികൾക്കോ മനുഷ്യന്മാർക്ക് പോലും വെള്ളം കുടിക്കാനില്ല, ഒന്ന് ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നാട്ടുകാരെ മുഴുവനും വിളിക്കുന്ന ദിവസം എല്ലാവരും വരാൻ പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു, എല്ലാവരും വരണം. അന്നത്തെ ദിവസം എല്ലാവരും വരാൻ, കുട്ടികളും പ്രായമുള്ളവരും പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളും എല്ലാ ആണും പെണ്ണും എല്ലാം വരാൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ പണ്ടത്തെ കാലങ്ങളിൽ നമ്മളൊക്കെ മഴയില്ലാതെ നമ്മളും ദുആ ചെയ്യും.
അങ്ങനെ എല്ലാവരെയും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ നീ ഞങ്ങൾക്ക് മഴ താ അല്ലാ, നീ ഞങ്ങൾക്ക് മഴ താ, വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്, ആർക്കും വെള്ളം കുടിക്കാനില്ല അല്ലാ, മഴ താ അല്ലാ. മഴ പെയ്യുന്നില്ല. രണ്ടാമത് ദുആ ചെയ്തു, അല്ലാ നീ മഴ താ അല്ലാ, ഇല്ല. മൂന്നാമത് ദുആ ചെയ്തു, അല്ലാഹുവേ അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ താ അല്ലാ. ഇങ്ങനെ പറഞ്ഞപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ മഴ പെയ്യൂല, മഴ പെയ്യൂല. കാരണം ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട്, അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തപ്പോൾ മഴ പെയ്യാതെ വന്നപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയുകയാണ്, മഴ പെയ്യില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ? 40 കൊല്ലമായിട്ട് അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്ന ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ട്. 40 വർഷമായി പടച്ചവനെ മറന്നു നടക്കുന്ന ഒരു അഹങ്കാരി, ഒരു നന്ദിയില്ലാത്തവൻ ഈ സദസ്സിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകണം. എന്നിട്ട് ദുആ ചെയ്താലേ മഴ പെയ്യത്തുള്ളൂ. മൂസാ നബി പടച്ചവനെ തന്റെ മുന്നിലിരിക്കുന്നവരോട് പറയുകയാണ്, 40 വർഷമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഈ സദസ്സിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോയാലേ മഴ പെയ്യൂ, ഇല്ലാതെ പെയ്യില്ല. അങ്ങനെയുള്ളവർ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകണേ. മൂസാ നബി പറയുമ്പോ ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാണ്, ആരാണല്ലോ 40 കൊല്ലമായിട്ട് അല്ലാഹനെ നന്ദികേട് കാണിച്ചുകൊണ്ട് നടക്കുന്നവനാരാ? എല്ലാവരും പരസ്പരം തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യനാ കേൾക്കുകയാണ്. അവൻ ചിന്തിച്ചു, റബ്ബേ എന്നെ കുറിച്ചാണല്ലോ പറഞ്ഞത്, എന്നെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാ, ഇവരെന്നെ തിരിച്ചറിയുമല്ലോ അല്ലാ. ആ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയുമോ? ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ നാണം കെടുമല്ലോ. ആ മനുഷ്യൻ ആ സദസ്സിലിരിക്കുകയാണ്, തല താഴ്ത്തി പിടിക്കുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു, അല്ലാ ഇത്രയും കാലം ചെയ്തത് മുഴുവനും നന്ദികേടാണ് തമ്പുരാന്, ധിക്കാരമാണ് തമ്പുരാന്. പടച്ചവനെ ഇനി ഞാൻ ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യില്ല, ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യില്ല. ഇതെന്റെ തൗബയാണ് റബ്ബേ, നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ, എന്നെ നീ ഇവരുടെ മുന്നിൽ മോശക്കാരനാക്കല്ലേ അല്ലാ, ഇതെന്റെ തൗബയാ അല്ലാ, ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യില്ല, ഒരിക്കലും നിന്നെ ധിക്കരിക്കില്ല. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, നാഥാ എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ. ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് പഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയാ. അല്ലാഹുവേ, ജനങ്ങൾക്ക് വലിയ സന്തോഷമായി. പക്ഷേ മൂസാ നബി ചിന്തിക്കുന്നു, റബ്ബേ ഒരാളും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല, ഒരാളും പടച്ചവനെ എഴുന്നേറ്റ് പോയില്ല. ഞാൻ അല്ലാഹുവിനോട് ദുആയും ചെയ്തില്ല, പിന്നെ എങ്ങനാണ് മഴ വന്നത്? മൂസാ നബിയേ, ആ മനുഷ്യനെ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹ് മഴ കൊടുത്തതാണ് നബിയേ.
ആ 40 കൊല്ലം അല്ലാഹുവിനെ മറന്നു നടന്നവന് റബ്ബിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിലാണ് അല്ലാഹു മഴ കൊടുത്തതെന്ന് പറയുമ്പോ ചിന്തിക്കടാ ചെറുപ്പക്കാരാ. വാപ്പാ പ്രായം കുറെ ആയില്ലേ, 40ഉം 50ഉം 60ഉം വയസ്സായില്ലേ, എല്ലാം മുടിയും നരച്ചില്ലേ, ഒരുപാട് രോഗത്തിന്റെ അടിമയായില്ലേ, തൊലികളെല്ലാം ചുളുങ്ങിയില്ലേ. ഇനി എന്ന് നന്നാകാനാ, ഇനി എന്ന് നന്നാകാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്നത്തെ രാത്രി നിനക്ക് തൗബ ചെയ്യാനുള്ളതാണ്. തൗബ പിന്തിപ്പിക്കരുത്, ഒരു നിമിഷം പോലും നിന്റെ തൗബയെ പിന്തിപ്പിക്കരുത്. കാരണം എപ്പോഴും വെച്ചാണ് മരണം വരുന്നത്, എവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയാ. ഇന്ന് രാത്രി നിനക്ക് അല്ലാഹു ആയുസ് തന്നാ, എഴുന്നേറ്റ് വുളുവെടുത്തിട്ട് ആരും കാണാതെ, ഭാര്യ വിളിക്കാതെ, മക്കളെ വിളിക്കാതെ, ഒറ്റയ്ക്ക് നീരും നിന്ന് ദുആ ചെയ്യുമോനെ. റബ്ബിനോട് കരഞ്ഞാ അല്ലാഹു നിന്റെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒറ്റ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. രാത്രി നമസ്കരിച്ചാൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാ. എന്റെ പ്രിയമുള്ളവരെ, തട്ടിക്കളയല്ലേ. ഒരുപാട് രോഗങ്ങള്, മോശമായ രോഗങ്ങള്, ക്യാൻസർ രോഗമുണ്ടല്ലോ, ട്യൂമർ രോഗമുണ്ടല്ലോ. പടച്ചവനെ, ഓരോ ദിവസവും ഉസ്താദന്മാരുടെ വിളിച്ചിട്ട് ഉസ്താദ് ഒരുപാട് രോഗങ്ങളാണ്, ക്യാൻസറാണ്, എന്റെ പൊന്നുമോന് ക്യാൻസറാണ്, എന്റെ പൊന്നുമോൾക്ക് ക്യാൻസറാണ്, നാവില് ക്യാൻസർ, മലദ്വാരത്തിൽ ക്യാൻസർ. ആരോ പറഞ്ഞു ഉസ്താദേ വായിക്കകത്ത് ക്യാൻസർ, ദുആ ചെയ്യാറ്. എന്തൊക്കെ രോഗങ്ങളാ സഹോദരാ. എങ്കിലും നിങ്ങൾ കേട്ടോ, പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യര് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? പടച്ചവനെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ട് പടച്ചവനെ വ്യാഴാഴ്ച തിരൂരെന്ന് പറയുന്ന സ്ഥലത്ത് കൂട്ടായിലെ വാഴന് പോയപ്പോ ഒരു പാവപ്പെട്ട പിതാവ് പറഞ്ഞു, ഉസ്താദേ എന്തൊരു വേദനയെന്നറിയുവോ, എന്തൊരു വേദനയെന്നറിയുവോ. പടച്ചവനെ, 3 മണിക്കൂറാണ് ഗുളികയുടെ പവറ്. പടച്ചവന് 4 മണിക്കൂറാണ് ഒരു ഗുളികയുടെ പവറ്. പക്ഷേ 3 മണിക്കൂർ കഴിഞ്ഞാൽ വേദന തുടങ്ങുകയാ. അല്ലാഹുവേ, രാത്രി ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, രാത്രി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയുമോ? എടാ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഒരു രാത്രി പോലും നീ നമസ്കരിക്കാതെ ഉറങ്ങുകയില്ല. അല്ലാഹു തരുന്ന ഈ പ്രതിഫലം നീ അറിഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യനും ഈ നമസ്കാരം മുടക്കുകയില്ല. എന്ത് പ്രതിഫലമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, വലിയ വലിയ രോഗങ്ങളുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ. ആ രോഗത്തിന് രാത്രി നമസ്കാരം തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മാരകമായ രോഗങ്ങളുണ്ടല്ലോ, വലിയ വലിയ ക്യാൻസറും ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ നിന്റെ ശരീരത്ത് വരാതിരിക്കണോ? നിനക്ക് രക്ഷ വേണോ? നിന്റെ രോഗം മാറണോ? പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുവോ? രാവിലെ എഴുന്നേറ്റ് 2 മണിക്ക് എഴുന്നേറ്റ് പണമുണ്ടാക്കാൻ പോകാനറിയാ. ആവശ്യമില്ലാത്ത കാര്യങ്ങള് പാതിരാത്രി 2 മണിക്ക് 3 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഫുട്ബോൾ കളി കാണാൻ കഴിയുമല്ലോടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഇന്ന് കാണുന്നൊരവസ്ഥ എന്തെന്നറിയുമോ? പാതിരാത്രികൾ മുഴുവനും ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളികളുമാണ്. രാത്രി ഉറക്കമില്ലല്ലോ, കറങ്ങി നടത്തമാണല്ലോ. എങ്കിലും മുത്തുനബി അല്ലേ പറഞ്ഞത്, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന മനുഷ്യ മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്.
പടച്ചവരെ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തില് മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ പടച്ചുറപ്പേ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഇന്ന് മുതൽ നിസ്കരിക്കാമെന്ന് തീരുമാനിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ, ആ മാരക രോഗങ്ങളുടെ അണുക്കളെ നീ കരിക്കണേ അല്ലാ. അറുത്ത് മുറിക്കല്ലേ അല്ലാ, അറുത്ത് മുറിക്കല്ലേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരു ദുരവസ്ഥ തരല്ലേ അല്ലാ.